സാധനങ്ങളുടെ വില ദിവസം ദിവസം കൂടിക്കൊണ്ടിരിക്കുക. പിന്നെ നമ്മള് മൂന്നാളുടെ ഓരോരോ ചെലവുകള്, ഇതെല്ലാം ആവാം. അതൊന്നും കൂടാതെ ഉണ്ണിയേട്ടന്റെ കൂട്ടുകാരി വരുത്തി വെക്കുന്ന ബാധ്യതകൾ, അതും കൂടെ ഞാൻ അഫോർഡ് ചെയ്യണോ? ബുദ്ധിമുട്ടാ, ശരിക്കും ബുദ്ധിമുട്ട്. ഒരു കാര്യം കൂടി മനസ്സിലാക്കിക്കോ, ഇങ്ങനെ തുടർന്നു പോയാ ഉണ്ണിയേട്ടന് ഒരിക്കലും സിനിമ ചെയ്യാൻ പറ്റില്ല. ഇനിയെങ്കിലും ഒന്ന് മാറി സഞ്ചരിച്ചില്ലെങ്കിൽ ഉണ്ണിയേട്ടന് സ്വപ്നങ്ങൾ മാത്രമാവില്ല, കുടുംബവും നഷ്ടപ്പെടും. നമ്മളൊക്കെ സ്വപ്നജീവികളാണ്. ജീവിക്കാൻ അറിയാത്ത, കുടുംബം എന്താണെന്നറിയാത്തവർ സ്വപ്നജീവികൾ. വർമാജിയുടെ ഒരു വിവരമില്ല. ആ ക്യാമറക്കാർ ചെക്ക് കേസാക്കി, ഇനി കോടതി. എല്ലാം കൊണ്ട് ഈ ഫിലിം ഇൻഡസ്ട്രീനെ നശിപ്പിക്കും. ചിലപ്പോ എന്റെ വീടും. അവള് പറഞ്ഞ ശരിയാ, മാറി സഞ്ചരിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. നീ എന്താ പറഞ്ഞു വരുന്നത്? സിനിമ എവിടെ എത്താത്ത നിലയ്ക്ക്, എത്താൻ സാധ്യതയില്ലാത്ത നിലയ്ക്ക് ഞാൻ തീരുമാനിച്ചു. ഒട്ടും സന്തോഷത്തോടെ അല്ല, നിവൃത്തിയിടുകൊണ്ടാ. പോവാടെ എങ്ങോട്ടെങ്കിലും. ജമീൽ, ഉള്ളി ഉണ്ടോ എടുക്കാൻ? പരിപ്പ് അടുപ്പത്തിട്ട് നോക്കിയപ്പോഴാ ഉള്ളി ലെവലേശല്ലേ വീട്ടില്. മോളെ രസിയ, ടീച്ചർക്ക് ഇത്തിരി ഉള്ളി എടുത്തു കൊടുത്തേ. ഇന്ന് ഹർത്താലായതുകൊണ്ട് ടീച്ചർക്ക് വീട്ടിൽ തന്നെ ഇരിക്കാൻ പറ്റിയല്ലേ? ഇടക്കിടക്ക് ഇങ്ങനെ ഹർത്താൽ വരണതേ ഒരു രസം തന്നെയാണല്ലേ? നല്ല രസം തന്നെയാ. ചെന്നില്ലെങ്കിലേ ലീവ് ഒന്ന് പോയി കിട്ടും. എന്നാ അങ്ങോട്ട് എത്താനുള്ള വഴി സർക്കാർ ഉണ്ടാക്കി തരുമോ? അതുമില്ല. അതുകൊണ്ട് ഇപ്പൊ സ്വന്തം ആവശ്യത്തിനൊക്കെ ലീവില്ലേ പാവുക, ഒക്കെ ഹർത്താലുണ്ടോയി. അല്ല ടീച്ചറെ, ഉണ്ണി ഗൾഫിൽ പോവാന്ന് കേട്ടല്ലോ. ആ, ഞാനും അത് ചോദിക്കണോന്ന് വിചാരിച്ചാണ്. ഗൾഫിലേക്കോ? എന്റെ ഭർത്താവ് ഉണ്ണിയുടെ കാര്യം തന്നെയല്ലേ പറയണത്. എന്നാ പിന്നെ കാക്ക മലന്ന് പറക്കും. സംഗതി എന്നോടും പറഞ്ഞു, ഞാനത് അപ്പോഴേ വിട്ടു. ഈ ഒറ്റപ്പാലോ സിനിമയൊക്കെ വിട്ട് ആളെങ്ങോട്ട് പോവാനാ? കരക്ക് പിടിച്ചിട്ട് മീൻ്റെ പോലെയോ പരിപ്പ്. കടലിനക്കരെ പോണോരേ, കടലിനക്കരെ പോണോരേ, പോയി വരുമ്പോൾ എന്തു കൊണ്ടുവരും കൈ നിറയെ, പോയി വരുമ്പോൾ പോയി വരുമ്പോൾ എന്തു കൊണ്ടുവരും. അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. 7 ആർട്സിന്റെ പടം 17-ാം തീയതി തുടങ്ങിയ ഉണ്ണിയേട്ടൻ തന്നെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെന്ന് പ്രൊഡ്യൂസർക്ക് ഒരേ നിർബന്ധം. ഈ പടം കഴിഞ്ഞാൽ ഉണ്ണിയേട്ടന്റെ പടം നമുക്ക് ആ പ്രൊഡ്യൂസറെ കൊണ്ട് തന്നെ ചെയ്യിക്കാം. ആ കാര്യം ഞാൻ ഏറ്റു. വേണ്ടതേ, ഇനി ഇതും പറഞ്ഞുകൊണ്ട് നടന്നാൽ ശരിയാവില്ല. ഞാൻ ഫോണിലൂടെ പറഞ്ഞാലും ഒരു വിസ തോന്നുന്നുണ്ട്. ശനിയാഴ്ച ദുബായിക്ക് പോവാം. അപ്പൊ ശ്യാമ ടീച്ചറെ, ഹസ്ബൻഡിന് ഡോക്ടറേറ്റ് ഇടുന്ന ചെലവ് ഇതിലൊതുക്കാൻ പറ്റില്ല. പറഞ്ഞു നേരാട്ടോ. എന്താ വേണ്ടെന്ന് വെച്ചാ പറഞ്ഞോളൂ. വൈറ്റ് പാലസിൽ ഒരു ലഞ്ച് ആയിക്കോട്ടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. എടുക്കും മഞ്ജു. എന്താ മഞ്ജു ടീച്ചർ ആകെ മൂടിയായിരിക്കുന്നേ? വന്നപ്പോ തൊട്ട് ഞാൻ ശ്രദ്ധിക്കാം. അല്ല, ഞാനിങ്ങനെ ഓരോന്നൊക്കെ ഓർത്ത്. എന്തേ ഇത്ര ഓർക്കാൻ? ഉണ്ണിയേട്ടൻ. ഉണ്ണിക്ക് എന്താ പറ്റിയത്? ഉണ്ണിയേട്ടൻ ഗൾഫിലേക്ക് പോവാ. ഇതിനാണോ മഞ്ജു ഇത്ര സങ്കടപ്പെട്ടിരിക്കുന്നത്? നല്ല കാര്യല്ലേ? പോട്ടെ, പോയി ജോലി ചെയ്യട്ടെ. അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഒരാളുടെ ശമ്പളം കൊണ്ട് മാത്രം എങ്ങനെ ജീവിക്കാനാ? വൈകിയാണെങ്കിലും ഉണ്ണിക്ക് അങ്ങനെ തോന്നിച്ചത് വളരെ നല്ല കാര്യം. ഒരാള് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുക, വേറെ ആൾ അതിന്റെ തണലിൽ സുഖിച്ചു നടക്കുക. ഇതൊക്കെ എത്ര കാലം പറ്റും? ശരിയല്ലേ മഞ്ജു? സിനിമ എന്ന് പറഞ്ഞ് തേരാ പാര നടന്ന് എത്ര കാലം കഴിച്ചു? സിനിമയിലൊന്നും അയാൾ ഗതി പിടിക്കാൻ പോകുന്നില്ല. അതുമല്ല, സഹായിക്കാൻ വന്ന ഒരു പാവം നിർമ്മാതാവിനെ തല്ലി ചായച്ച ആളല്ലേ? കുടുംബം നോക്കാത്തൊരു താന്തോന്നി പാവ നിർമ്മാതാവിനെ തല്ലി ചായച്ച് നന്ദി കെട്ടവൻ. മറ്റുള്ളവർക്ക് അങ്ങനെയായിരിക്കും, പക്ഷെ എനിക്ക് ഓക്കെ, ഒരു റിഹേഴ്സൽ നോക്കാം. ആ പ്രമോദ, നമ്മൾ തുടങ്ങുന്നത് ആസിഫിന് ടൈറ്റ് ചെയ്ത് അവിടെ നിന്ന് വൈഡ് ചെയ്ത് ഫസ്റ്റ് ബീജിയത്തിൽ
സോങ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. കെ ജോസ് ജിമ്മി ചിപ്പ് എത്തി. എത്തും. എവിടെ ഹെലികോപ്റ്റർ? ഹെലികോപ്റ്റർ എത്തിയില്ലല്ലോ. ഓർഡർ കൊടുത്തിട്ടുണ്ട്, ഇപ്പൊ എത്തുന്നേ. ഈ സോങ്ങിന് ഹെലികോപ്റ്റർ കമ്പൽസറിയാണ്. ഫസ്റ്റ് ഷോട്ട് ഞാൻ അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഹെലികോപ്റ്റർ എത്തില്ലേ? എത്തുന്നേ. എത്തുമല്ലോ. ആസിഫ്, ഞാനൊന്ന് ഷോട്ട് പ്ലാൻ ചെയ്യട്ടെ. ഈ സോങ് ഞാൻ പൊളിച്ചു. ഷൂട്ടിംഗ് തുടങ്ങുന്നതിന്റെ തലേ ദിവസം വരെ അവൻ എന്നെ ജോസാറേന്ന് വിളിച്ചു. ഇപ്പൊ അവൻ വിളിക്കുന്ന കേട്ടില്ലേ, കെ ജോസേന്ന്. അവന്റെ അമ്മയുടെ ഒരു ഹെലികോപ്റ്റർ. എന്റെ പൊന്ന ആസിഫെ, എനിക്ക് പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധമാണ് ദേ അവൻ. ഷൂട്ടിംഗ് തുടങ്ങിയ അന്ന് തന്നെ എനിക്ക് മനസ്സിലായി ഇവൻ ഒരു പുണ്ണാക്കും അറിയില്ലെന്ന്. അപ്പൊ തന്നെ അസോസിയേറ്റ് ഡയറക്ടറായ ഒറ്റപ്പാലം ഉണ്ണിയെ വിളിച്ചു വരുത്തി. മാർസിലാമുത്തപ്പന്റെ അനുഗ്രഹം കൊണ്ട് അന്ന് മുതൽ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് പോകുന്നു. ഉണ്ണിച്ചേട്ടനുണ്ടെന്നുള്ള ഒറ്റ ധൈര്യത്തിനാ ഞാനും വന്ന്. പിന്നെ കെ സാറിന്റെ പടവും. അല്ല ഉണ്ണിച്ചേട്ടൻ അവിടെ? ദേ, മാസ്റ്റർ ഒന്നുകൂടി നോക്കാം. ഉണ്ണി, ദേ ഹീറോ ഉണ്ണിച്ചേട്ടാ കണ്ടോ, പറഞ്ഞ സമയത്ത് തന്നെ സമയത്തിന്റെ കാര്യം. മിസ്റ്റർ കെ ജോസ്, അവൻ വന്നു. ഹെലികോപ്റ്റർ എത്തിയോ? എത്തും. എന്നിട്ട് എവിടെ? അവിടുന്ന് പുറപ്പെട്ടു. വല്ല No, ട്രാഫിക് ജാമോ ഹെലികോപ്റ്റർ മറ്റും. ഇല്ലാതെ ഞാൻ ഷൂട്ട് ചെയ്യത്തില്ല. ഉണ്ണി, എന്താണെന്ന് ചെയ്തോ. സാറേ ആ ഉണ്ണി, നീ അവിടെ നിന്നേ. അവൻ ഇത് എപ്പോഴും ഉള്ളതാ. നീ എങ്ങനെയെങ്കിലും ഇതൊന്ന് എടുത്തതാ. അയ്യോ അത് അതെ ഉണ്ണിച്ചേട്ടൻ എടുത്താൽ ആ മതി. എന്താ പിന്നെ ആസ്പത്രി 5 മിനിറ്റ്. ചെല്ലിയല്ലേ, ദേ അവിടെയുണ്ട്. കേട്ടോ മാസ്റ്റർ ഒന്നുകൂടി നോക്കാം. ആസിഫേ ഉണ്ണിയേട്ടാ. റെഡി? റെഡി. പാർവതി സാർ. സ്റ്റാർട്ട് സൗണ്ട്. ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ഭക്ഷണം കിട്ടില്ല. ചേട്ടൻ്റെ പറയുള്ള പണി ഉണ്ടെങ്കിൽ നോക്ക്. ഛെ, നിങ്ങളോടല്ലേ പറഞ്ഞ മാറിക്കാൻ. കാലത്ത് തന്നെ ഓരോരുത്തർ വലിയൊരു വന്നോളൂ. ഇവിടെ ടോക്കൺ ഉള്ളവർക്ക് തന്നെ തികയണില്ല. പിന്നെ ഞാൻ എന്താ ചെയ്യാ? എന്താ പ്രശ്നം? ടോക്കൺ ഇല്ല ഉണ്ണിയേട്ടാ. ആരുടെക്ക് കൂടെ വന്നിട്ടുള്ളതാ. ഇന്നാണെങ്കിൽ കണക്കിന് കൂടുതൽ ആൾക്കാർ വന്നിട്ടുണ്ട്. ഫുഡ് ഇത്തിരി ഷോർട്ടാ. മോളുടെ കൂടെ വന്നതാ. ചേട്ടൻ വാ അവിടെ കൊടുക്ക.